ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. പ്രഭാതവചന ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വചനചിന്ത യോനായുടെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു, അത് വരുത്തിയതുമില്ല. അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്ന ദൈവം കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും താഴ്വാരകളിൽ നിന്നും കയറുവാനും രോഗികൾക്ക് സൗഖ്യം നേടുവാനും സങ്കീർണങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും കൃപകളും കൃപാവരങ്ങളും പ്രാപിക്കുവാനും അനേകർ ഉപവാസ പ്രാർത്ഥനകളോടെ ദൈവസന്നിധിയിൽ കടന്നു വരാറുണ്ട്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ഭക്ഷണം വെടിഞ്ഞ് ഒരു ദിവസമോ 3-4 ദിവസമോ പ്രാർത്ഥനകളോടെ ദൈവസന്നിധി ചെലവഴിച്ചാൽ മതിയെന്നാണ് ഇവരിലധികം പേരും ധരിച്ചിരിക്കുന്നത്. മ്ലേച്ഛതയിലും വഷത്വത്തിലും വിഗ്രഹാരാധനയിലും ദുഷ്ടത പെരുത്ത നിനവയ്ക്ക് 40 ദിവസങ്ങൾക്കകം ഉന്മൂലനാശം വരുത്തുമെന്ന് ദൈവത്തിൻ്റെ പ്രവാചകനായ യോന വിളിച്ചറിയിച്ചപ്പോൾ നിനവേക്കാർ തങ്ങളെ തന്നെ ദൈവസന്നിധി താഴ്ത്തി ഉപസിച്ചു. ആടുമാടുകൾക്കും ഭക്ഷണപാനീകൾക്കും കൊടുക്കുവാൻ കൂട്ടാക്കാതെ ദൈവത്തിൽ നിന്നും അകന്നുപോയ കാലങ്ങളെക്കുറിച്ച് അവർ അനുതപിച്ചു. അവർ ഉപവാസത്തിൽ അനുതപിക്കുക മാത്രമല്ല, ഉപവാസത്തിന് ശേഷം ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് പുതിയ സൃഷ്ടികളായി തീർന്നു എന്ന് അവരുടെ പ്രവൃത്തി കൊണ്ട് തെളിയിച്ചപ്പോഴാണ് ദൈവം അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞിരിക്കുന്ന അനർത്ഥങ്ങൾ വരുത്താതെയിരുന്നത്. ഉപവാസ പ്രാർത്ഥനകളിൽ പാപത്തെക്കുറിച്ച് അനുതപിക്കുക, അത് ആവർത്തിക്കുകയില്ലെന്ന് പുതിയ തീരുമാനങ്ങളുമായി ദൈവസന്നിധിയിൽ വരിക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരായി ഉപവാസം പൂർത്തീകരിക്കുന്നവർ അത് ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നില്ല എങ്കിൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമുക്കാർക്കും കഴിയുകയില്ല. അതുകൊണ്ട് മാന്യ സഹോദര സഹോദരി, ഉപവാസ പ്രാർത്ഥനകളെടുക്കുന്ന തീരുമാനത്തേക്കാൾ വലുത് അത് കഴിഞ്ഞുള്ള നമ്മുടെ ജീവിതമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത്. നമ്മുടെ ഉപവാസം കഴിഞ്ഞുള്ള നമ്മുടെ ജീവിതം ഇനിയെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കി നിനവേവാസികളോട് ഉപവാസം കഴിഞ്ഞ് രൂപാന്തരപ്പെട്ട ജീവിതം ദൈവകോപത്തെ അവരിൽ നിന്നും അകറ്റി എങ്കിൽ ഈ ദിവസങ്ങളിൽ നമുക്കും അതൊന്ന് ഓർത്ത് നമ്മുടെ മേൽ ദൈവം വരുത്തുമെന്ന് പറഞ്ഞ കോപത്തെ മാറ്റത്തക്ക നിലയിലുള്ള ജീവിത നിലവാരം പരിശുദ്ധാത്മാവിനെ നയിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. വിശ്വാസ ജീവിതം ഏറ്റവും സങ്കീർണമായ ജീവിതമാണ് വിശ്വാസ ജീവിതം. എന്നാൽ ഏറ്റവും രസകരമായതും സന്തോഷകരമായതും ജീവിതത്തിൽ ആനന്ദം തരുന്ന ഇതിൽ പല മറ്റൊരു ജീവിതം വേറെ ഇല്ല എന്നുള്ളതാണ് രുചിച്ചറിഞ്ഞ ദൈവമക്കൾക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ ആനന്ദദായകമാകുവാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. മാറാനാഥ.